കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ സർക്കാരിനെതിരെ വീണ്ടും ഹർഷീന. സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയാണ്. നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും ഹർഷീന ജനം ടിവിയോട് പറഞ്ഞു. കേസിന്റെ വിചാരണ നടപടികൾ കുന്നമംഗലം കോടതിയിൽ നടക്കാനിരിക്കെ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. 1-2 പ്രതികളായ ഡോക്ടർ CK രമേശൻ, ഡോക്ടർ ഹഷ്ന എന്നിവരുടെ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. എന്നാൽ പ്രതികളുടെ ഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തില്ലെന്നും പ്രതികൾക്ക് സംരക്ഷണമൊരുക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് ഹർഷിനയുടെ വിമർശനം. തുടക്കം മുതലേ സർക്കാർ ഹർഷിനന്റെ കൂടെയാണ്. ഹർഷിന പറയുന്നത് ന്യായമാണ്, എന്തായാലും നീതി ലഭിക്കണം പറയാന്നല്ലാതെ 2 വർഷത്തോളമായി ഇതുവരെ നമുക്ക് അർഹതപ്പെട്ട നീതി ലഭ്യമായിട്ടില്ല. ഇവർ ഹൈക്കോടതിയിൽ കൊടുത്ത അപ്പീലിന്മേലാണ് ആ സ്റ്റേ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഭാഗം എന്ന് പറയാനുള്ളത് സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറാണല്ലോ അവിടെ വാദിക്കേണ്ട ആൾ. അപ്പോൾ അവിടെ അവർ ഹാജരായില്ല, അല്ലെങ്കിൽ നമ്മളെ വാദം ശക്തമായില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും തെളിവുകളോട് കൂടി ഇത്രയും അത്രയും വലിയൊരു കേസാണല്ലോ, അത്രയും ഇതിൽ സമർപ്പിച്ച ആ ഒരു കുറ്റപത്രം ഇനി മുന്നോട്ടുള്ള ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മളെ ഭാഗം അവർ കേൾക്കുന്നതിന് മുമ്പേ ഉള്ള സ്റ്റേ തന്നെയാണ്. പ്രതികൾ ഹർജി സമർപ്പിച്ച കാര്യം പോലും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നില്ല. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് പോലീസിന്റെ കുറ്റപത്രത്തിൽ തന്നെ പറയുമ്പോൾ സർക്കാർ നീതി ലഭിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. സ്റ്റേ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും സർക്കാർ കൂടെയില്ലെങ്കിൽ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും ഹർഷിന വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.